ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. മഹാവിഷ്ണുവിന്റെ 9ാമത് അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടക്കുന്നുണ്ട്. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന വ്യാപകമായ ആയിരക്കണക്കിന് ശോഭായാത്രകൾ ഒരുക്കും. പുലർച്ചെ മുതൽ വൻ തിരക്കാണ് ക്ഷേത്രങ്ങളിലും അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് സാനു കെ സജീവ്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഗോകുൽ രമേശ് തുടങ്ങിയവർ ചേരുകയാണ്. ആദ്യം നമുക്ക് ഗോകുലിലേക്കാണ് പോകാനുള്ളത്. ഗോകുൽ, ഉത്രട്ടാതി ജലമേളയ്ക്ക് ശേഷം ആറന്മുള ക്ഷേത്രത്തിലെ വിശേഷാൽ ദിവസമാണ് ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി. സമൂഹ സദ്യയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്യും. എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആറന്മുള ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളും പൂജകളും നടക്കുന്ന ഒരു ദിവസമാണ് അഷ്ടമിരോഹിണി എന്ന് പറയുന്നത്. ഭഗവാന്റെ ജന്മദിനമാണ്. പാർത്ഥസാരഥി ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആറന്മുള ക്ഷേത്രത്തിലെ. രാവിലെ തന്നെ ആ ക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങുകളും വഴിപാടുകളും ഒക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ നിർമാല്യ ദർശനത്തിന് ശേഷം പാർത്ഥസാരഥി ഭഗവാനെ ഇഞ്ചയും എണ്ണയും തേച്ച് കുളിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ എഴുന്നള്ളിപ്പ് പുറത്ത് ഉണ്ട്. അതിനുശേഷം പറയിടിയിലടക്കമുള്ള ചടങ്ങുകൾ ഇന്നിപ്പോൾ നടക്കും. നമുക്ക് വലിയ ഭക്തജന തിരക്ക് തന്നെ കാണാൻ സാധിക്കും. ഒപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വള്ളസദ്യയാണ്. വള്ളസദ്യ ഏകദേശം പള്ളിയോടങ്ങളൊക്കെ വന്നതിന് ശേഷം വള്ളസദ്യ കൂടി ആരംഭിക്കുന്നുണ്ടാവും. നമ്മളോടൊപ്പം ഇപ്പോൾ BJPയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ചേട്ടൻ ചേരുകയാണ്. ചേട്ടാ നമസ്തേ. ഇന്നത്തെ പ്രധാന ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? ഇന്ന് തിരുവാറന്മുളപ്പൻ്റെ തിരുനാള് ഈ അഷ്ടമിരോഹിണി ദിവസം ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഇവിടെ ലക്ഷക്കണക്കിന് ഏതാണ്ട് 1,00,000-ലധികം ആളുകൾ ഇന്ന് സമൂഹ സദ്യയിൽ പങ്കെടുക്കുന്നുള്ള എല്ലാ വിഭവങ്ങളും ഉള്ള സമൂഹ സദ്യയാണ് പള്ളിയോട സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ വന്ന് ഒരു മണി അരിയെങ്കിലും ഒരു ചോറെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങളാണ് ഈ പ്രദേശത്തെല്ലാം ഉള്ളത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചടങ്ങ്. ഇന്ന് തിരുനാളെന്നുള്ള നിലയ്ക്കുള്ള എല്ലാ ചടങ്ങുകളും എല്ലാ അടിയന്തരങ്ങളും ക്ഷേത്രത്തിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഏറ്റവും വിശ്വപ്രസിദ്ധമായിട്ടുള്ള അഷ്ടമിരോഹിണി വള്ളസദ്യ 52 പള്ളിയോടങ്ങളും പങ്കെടുക്കുന്ന അതിനുള്ള സംവിധാനങ്ങളെല്ലാം ആയി. 52 പള്ളിയോടക്കരക്കാരും പങ്കെടുക്കും. അതോടൊപ്പം തന്നെ സമൂഹ സദ്യയും വരുന്നവർക്കെല്ലാം അന്നദാനം കൊടുക്കുന്ന വലിയ മഹത്തായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുണ്യമാണ്. അത് തന്നെയാട്ടെ, ഈ ആചാരങ്ങളിലെ ഒരു വൈവിധ്യത തന്നെയാണ് ഈ ആറന്മുളയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്രട്ടാതി ജലമേള, അതിനു മുന്നേ ഓണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ഇപ്പോൾ അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ, ഇങ്ങനെ തുടർച്ചയായിട്ട് വിവിധ തരത്തിലുള്ള ഐതിഹ്യങ്ങളും ആചാരങ്ങളും അത് ഒരു പക്ഷേ ഈ ക്ഷേത്രത്തെ മാത്രം ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും തിരുവാറന്മുള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഒരുപാട് ചടങ്ങുകൾ, സുപ്രധാനമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ, അടിയന്തരങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പം ഉത്രട്ടാതി വള്ളസദ്യ പ്രതിഷ്ഠാ ദിനത്തിലാണ് നടക്കുന്നത്. അത് പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ മാമാങ്കമാണ്. അതേപോലെ തന്നെ അഷ്ടമിരോഹിണി ഇത് സംഘടിപ്പിക്കുന്ന പള്ളിയോട സേവ എന്ന് പറഞ്ഞാൽ പള്ളിയോട കരകളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഈ അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ പ്രാധാന്യവും ഉത്രട്ടാതി ജലമേളയുടെ പ്രാധാന്യവും ഒക്കെ വളരെ വലുതാണ്. അത് ഞാൻ പറയില്ല, ഇവിടുത്തെ ആളുകളുടെ ഒരു സാന്നിധ്യം തന്നെ ഇവിടെ ഇപ്പം നിറഞ്ഞു കവി. ഈ അമ്പലത്തിൻ്റെ പരിസരം, ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ പ്രദേശവും, ഈ നാട് മുഴുവൻ ഒരു മണിക്കൂറൂടെ കഴിയുമ്പോൾ നിറയാൻ വേണ്ടി പോവുകയാണ്. അതിനെ ചേട്ടാ വളരെ നന്ദി ചേട്ടാ. ഗോപകുമാരേട്ടനാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വള്ളസദ്യയാണ്. അതായത് 11 മണിയോടുകൂടി ഈ 52 കരകളിലെയും പള്ളിയോടങ്ങൾ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രത്തിലെ കടവായിട്ടുള്ള മധുക്കടവിൽ എത്തിച്ചേരും. തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ അവരെ ആചാരപൂർവ്വം സ്വീകരിക്കും. ദക്ഷിണയും അതോടൊപ്പം തന്നെ മുത്തുക്കുടയും ഒക്കെ കൊണ്ടുപോയി ദക്ഷിണ നൽകി അവരെ സ്വീകരിക്കും. അവർ ഈ നയമ്പ്, അതായത് ഈ പള്ളിയോടത്തിൻ്റെ തുഴയാണ് നയമ്പെന്ന് പറയുന്നത്, നയമ്പും മുത്തുക്കുടകളുമായിട്ട് ഈ 52 കരകളിൽ നിന്നെത്തുന്ന പള്ളിയോടക്കാർ അവർ ഈ ക്ഷേത്രത്തിന് വലം വയ്ക്കും. ഈ വള്ളപ്പാട്ട് പാടിക്കൊണ്ട്, വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് ക്ഷേത്രത്തിന് വലം വെച്ച് കിഴക്കേ നടയിൽ എത്തിച്ചേരും. തുടർന്ന് കിഴക്കേ നടയിൽ അവർ ഈ നയമ്പും അതോടൊപ്പം തന്നെ മുത്തുക്കുടകളും സമർപ്പിച്ചിട്ട് അതിനുശേഷം ഇവിടെ പറയിടുന്നുണ്ടാവും. 52 കരകളും പറയിടുന്നുണ്ടാവും. ഭഗവാന് മുന്നിൽ പറയിടുന്നതോടുകൂടി ആ ചടങ്ങ് പൂർത്തിയാകും. അതിനുശേഷമാണ് സുപ്രസിദ്ധമായിട്ടുള്ള അഷ്ടമിരോഹിണി വള്ളസദ്യക്ക് തുടക്കമാകുന്നുണ്ടാകുക. ഭഗവാന്റെ പിറന്നാൾ സദ്യ കൂടിയിട്ടാണ് ഈ വള്ളസദ്യ എന്ന് പറയുന്നത്.
പറയുന്നത്, ഇന്നത്തെ വള്ളസദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരുമുമ്പിൽ ഇലയിട്ടുകൊണ്ടാണ് ആ വള്ളസദ്യ ആദ്യം വിളമ്പുന്നത്. ഭഗവാന് പിറന്നാൾ സദ്യ അർപ്പിച്ചതിന് ശേഷമാണ് പള്ളിയോടക്കാർക്കും കരക്കാർക്കുമായിട്ട് വള്ളസദ്യ നൽകുന്നുണ്ടാവുക. ഭഗവാന് സദ്യ നൽകിയതിന് ശേഷം ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും തന്നെ, ക്ഷേത്ര മുറ്റത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ട് 52 കരയിൽ നിന്നെത്തുന്ന പള്ളിയോടക്കാർക്ക് വേണ്ടിയിട്ടുള്ള വള്ളസദ്യ ക്രമീകരണമാണ്. അത് കാണാൻ തന്നെ വളരെ വർണ്ണാഭമായിട്ടുള്ളൊരു ചടങ്ങ് തന്നെയാണ്. ക്ഷേത്ര തിരുമുറ്റത്ത് പൂർണ്ണമായിട്ടും ഇങ്ങനെ നിലത്തിരുന്നു കൊണ്ട് ആ വള്ളസദ്യ ഉണ്ണുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. നിലവിൽ 30 മുതൽ 60ഓളം വിഭവങ്ങൾ ഈ വള്ളസദ്യക്ക് ഉണ്ട്, രുചിയേകുന്നതാണ്. ഒപ്പം അതിനുശേഷം ഈ കരയിലെത്തുന്ന അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് ഇന്നത്തെ ദിവസം എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വള്ളസദ്യ നൽകിയാണ് വിടുന്നത്. ഒരു ഭക്തൻ പോലും ഭക്ഷണം കഴിക്കാതെ ഇന്നത്തെ ദിവസം ആറന്മുളയിൽ നിന്നും മടങ്ങില്ല എന്നാണ് ഐതിഹ്യമുള്ളത്. ഭഗവാന്റെ പിറന്നാൾ സദ്യ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ശ്രേഷ്ഠമാണ്. ഈ വള്ളസദ്യ ഉണ്ണുന്നതിനും കണ്ടു തൊഴുന്നതിനുമായിട്ട്, ഭഗവാനെ കണ്ടു തൊഴുന്നതിനുമായിട്ടൊക്കെ ആയിട്ട് നിരവധി ആളുകൾ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ 10,000-കണക്കിന് ആളുകൾ ഒരുപക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് മാത്രമല്ല, ക്ഷേത്രത്തിന് പുറത്ത് പല ഓഡിറ്റോറിയങ്ങളിലായിട്ട് ഈ തീർത്ഥാടകർക്ക് വന്നെത്തുന്ന മുഴുവൻ ഭക്തർക്കും വള്ളസദ്യ ഉണ്ണുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഒരുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള വൈവിധ്യമായിട്ടുള്ള ചടങ്ങുകൾ ഇന്നത്തെ ദിവസം, അഷ്ടമിരോഹിണി ദിവസം ഭഗവാന്റെ ജന്മനാളിൽ തിരുവാറന്മുള ക്ഷേത്രത്തിൽ ഉണ്ട്. അതിന്റെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ പറയിടൽ കർമ്മം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഭഗവാൻ ഇവിടെ എഴുന്നള്ളി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി പള്ളിയോടങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 11 മണിയോടുകൂടി പള്ളിയോടങ്ങളൊക്കെ എത്തിച്ചേരും. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആഘോഷവും ആചാരവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. തിരുവോണ നാളുകളിൽ തിരുവോണത്തോടിയുടെ വരവും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അതോടൊപ്പം തന്നെ ഉത്രട്ടാതി ജലമേളയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് എങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകളും ആഘോഷങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഈ അഷ്ടമിരോഹിണി കൂടി അതിന് തൊട്ട് പിന്നാലെ എത്തുമ്പോൾ, ഭഗവാന്റെ ജന്മദിനം കൂടി എത്തുമ്പോൾ അതും കൂടുതൽ വർണ്ണാഭമായി തന്നെ ഈ ക്ഷേത്രത്തിൽ നടപ്പാക്കപ്പെടുന്നു. ഒപ്പം ഇവിടെ എത്തുന്ന ഭക്തജന സാന്നിധ്യവും വളരെ വലുതാണ്. നിരവധിയായിട്ടുള്ള ഭക്തർ ഓരോ ദിവസവും ഈ ആറന്മുള ക്ഷേത്രത്തിൽ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാനും ഭഗവാനെ കണ്ടു തൊഴുന്നതിനുമായിട്ടൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. എന്തായാലും പൂർവാധികം ഭംഗിയായിട്ട് വർണ്ണാഭമായിട്ട് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയോടങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങും അതിനുശേഷം നടക്കുന്ന വള്ളസദ്യയുമാണ് ഇന്നത്തെ ഏറ്റവും ആകർഷകമായിട്ടുള്ള, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചടങ്ങുകളായിട്ട് അവശേഷിക്കുന്നത്. രാഖി, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടതും കേട്ടതും. എന്തായാലും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സമൂഹ സദ്യയിൽ 100 കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കുന്നുമുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീനന്ദയാണ് നമുക്കിപ്പം ഇനി ചേരുന്നത്. ശ്രീനന്ദ, എങ്ങനെയാണ് ഇപ്പോൾ ഈ ജന്മാഷ്ടമി ദിനത്തിലെ അവിടുത്തെ കാഴ്ചകളൊപ്പം പ്രത്യേക പൂജയുടെ വിശദാംശങ്ങൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കുറച്ചു മുൻപ് നമ്മൾ ഇവിടുത്തെ ആളുകളുടെ ഒരു ഭക്തജനങ്ങളുടെ തിരക്ക് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആ തിരക്ക് കൂടിയതല്ലാണ്ട് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. വളരെ വലിയൊരു ഭക്തജന തിരക്കാണ് ഈ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ നമ്മൾ പറഞ്ഞു, രാവിലെ 4 മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ അമ്പാടി ഒരു നോക്ക് കാണുവാനായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിരവധി പേർ നാമജപങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. രാവിലെ ഒരു 7 മണി മുതലാണ് ഇവിടെ നാമജപം നടക്കുന്നത്. ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ വരുന്ന മുറയ്ക്ക് ഇവിടേക്ക് ഇരുന്ന് നാമജപങ്ങളൊക്കെ തന്നെ നടത്തുന്ന ഒരു കാഴ്ചയാണ്. രാവിലെ ഒരു ഉച്ചവരെ, രാത്രി 12 മണി വരെ ഈ ഒരു നാമജപം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ഒരു നാമജപത്തിനും അതുപോലെ തന്നെ ഈ ഒരു അമ്പാടിയെ ദർശിക്കാനുമായി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ തന്നെ പൂജകളൊക്കെ തന്നെ കഴിച്ച് ഇനി വൈകുന്നേരം കലശാഭിഷേകം അടക്കമുള്ള വിശേഷാൽ പൂജകളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ നാമം ഉരുവിട്ടുകൊണ്ട് ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ നാമജപം നടത്തുന്ന ഒരു കാഴ്ചയാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നാടും നഗരവും
നഗരവും ഒക്കെ തന്നെ ശ്രീകൃഷ്ണനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും വൈകുന്നേരമാകുമ്പോഴേക്കും ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്രകളൊക്കെ തന്നെ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലും ആ ഒരു ഘോഷയാത്രയ്ക്ക് വൻ തിരക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. എന്തായാലും വൈകുന്നേരങ്ങളിൽ റോഡരികിൽ മുഴുവനും കുട്ടി രാധമാരും കൃഷ്ണന്മാരും ഒക്കെയായി നിറഞ്ഞിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സഹസ്രനാമമാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നാമജപം തന്നെ ഈ ഒരു ക്ഷേത്രാങ്കണത്തെ വളരെയധികം പുണ്യവത്താക്കുന്ന ഒരു അന്തരീക്ഷമാണ്. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടുന്നൊരു അവസ്ഥയാണ് ഈ ഒരു സമയം. മണിക്കൂറുകൾ കഴിയുന്തോറും ആളുകളുടെ എണ്ണം, ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്നതല്ലാണ്ട് ഒരു ശതമാനം പോലും കുറയുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അത്രയും ഭക്തജനങ്ങളാണ് കണ്ണനെ ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉച്ച കഴിഞ്ഞും വൈകുന്നേരം ഇതിൽ കൂടുതൽ ഭക്തരായിരിക്കും ആ ഒരു ഘോഷയാത്ര, ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഘോഷയാത്രയും മറ്റു പരിപാടികളും ഒക്കെ തന്നെ കാണാനായി എത്തിച്ചേരുക. എന്തായാലും ഇന്നലെ ഇവിടെ ഉറിയടി അടക്കമുള്ള ഗോപികമാരുടെ നൃത്തം, ഉറിയടി അടക്കമുള്ള ഒക്കെ പരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നു. താലങ്ങളിൽ അവരുടെ പ്രസാദങ്ങൾ ഏന്തിക്കൊണ്ട് അമ്പാടിയെ കാണാനെത്തുന്ന ഒരു കാഴ്ച, തുളസിമാലയും അതുപോലെ തന്നെ താമരപ്പൂവും ഒക്കെ എടുത്തുകൊണ്ടാണ് ആ ഒരു താലം സജ്ജീകരിച്ചുകൊണ്ട് കൃഷ്ണനെ നിവേദിക്കാനായി ഇവർ എത്തുന്നത്. ശേഷം കണ്ണൻ്റെ പാൽപ്പായസം നുണയാനായിട്ടും ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു ഭക്തജനങ്ങളുടെ തിരക്ക്, അമ്പാടിയെ കാണാനായി, കുഞ്ഞമ്പാടിയെ കാണാനായി ഇത്രത്തോളം ഒരു ഭക്തജന തിരക്കുണ്ടാകും എന്ന കാര്യം നമുക്ക് മുൻപ് തന്നെ അറിയാവുന്നതായിരുന്നു. എന്തായാലും ആ തിരക്കിന് ഇന്നും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കുഞ്ഞു കുട്ടികൾ എല്ലാവരും തന്നെ കണ്ണനെ കാണാനായി എത്തുന്നുണ്ട്. വൈകുന്നേരം കണ്ണനാവുന്നുണ്ടോ? കണ്ണനാവുമോ വൈകുന്നേരം? കണ്ണനാവാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? രാധയാവുന്നുണ്ടോ? ഇഷ്ടമാണോ രാധയാവാൻ? എന്തായാലും കുട്ടി രാധമാരും കൃഷ്ണന്മാരും ഒക്കെ തന്നെ തയ്യാറാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ കുട്ടികളെല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ് രാധമാരും കൃഷ്ണന്മാരുമായി. എന്തായാലും വൈകുന്നേരങ്ങളിൽ വൻ ഘോഷയാത്ര തന്നെയായിരിക്കും ഈ ഒരു ഇവിടെ എന്നല്ല എല്ലായിടത്തും, കേരളത്തിൽ എല്ലായിടത്തും വളരെ വലിയൊരു ഘോഷയാത്രയായിരിക്കും വരും മണിക്കൂറിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നമുക്ക് പറയാൻ സാധിക്കും. രാഖി. ശരി ശ്രീനന്ദ, എന്തായാലും നാടും നഗരവും ഒക്കെ അമ്പാടിയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.